ഹായ് ഓൾ, വെൽക്കം ടു ചോപ്സ്. ഇന്ന് ഉണ്ടാക്കുന്നത് ഹോം മെയ്ഡ് ലൈച്ചി മുഗു മുഗു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ഫ്രഷ് ലൈച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആണ് ഫ്രഷ് ലൈച്ചി. പിന്നെ കോക്കനട്ട് വാട്ടർ, ഇവിടെ ഞാൻ ബോട്ടിൽഡ് വാട്ടറാണ് എടുത്തിട്ടുള്ളത്. ഫ്രഷ് ആയിട്ട് അവൈലബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ടുള്ളത് എടുക്കാം, അപ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ ലൈം ഒരു 3 or 4 ഡ്രോപ്സ് ലൈം ജ്യൂസ്. പിന്നെ സ്റ്റീവിയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതിന് പകരം ഷുഗർ ആഡ് ചെയ്യാവുന്നതാണ്. ഷുഗറോ അല്ലെങ്കിൽ കുറച്ച് ജാഗരി ആഡ് ചെയ്യാവുന്നതാണ് സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട്. പിന്നെ ഞാൻ വളരെ ചെറിയ ഒരു പീസ്, വളരെ തിന്നായിട്ടുള്ള പീസ് ബീട്രൂട്ട് എടുത്തിട്ടുള്ളത്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കളറിന് വേണ്ടിയിട്ടാണ്. അധികം കട്ടിയുള്ള പീസോ വലിയ പീസോ ഒന്നും എടുക്കാൻ പാടില്ല, അപ്പോൾ ടേസ്റ്റ് മാറും. ഇത് ജസ്റ്റ് ആ ഒരു പിങ്ക് കളറ് ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ഒരു പിങ്ക് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യേണ്ടെന്ന് വെച്ചിട്ട് നാച്ചുറലായിട്ടുള്ള കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബീട്രൂട്ടിൻ്റെ ചെറിയ സ്ലൈസ് എടുത്തിട്ടുള്ളത്. ഈ ഫ്രൂട്ടിൻ്റെ ബെനിഫിറ്റ്സ് ഭയങ്കര കൂടുതലാണ്. ഇതിൽ വാട്ടർ കണ്ടൻറ്റ് നല്ലോണം ഉണ്ട്. അതുകൊണ്ട് ഈ സമ്മറിൽ പ്രത്യേകിച്ച് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല ചൂടാണല്ലോ, അപ്പോൾ ഇതിൻ്റെ ജ്യൂസൊക്കെ വളരെ നല്ലതാണ് കഴിക്കുന്നത്. പിന്നെ ഇതിൽ വാട്ടർ കണ്ടൻറ്റ് നന്നായിട്ടുണ്ട്, ഷുഗർ കണ്ടൻറ്റ് കുറവുമാണ്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഷുഗർ ഇഷ്ടമല്ലാത്തവർക്ക് പിന്നെ ഷുഗർ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ജ്യൂസ് ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു മധുരം ഉണ്ടാവും ഇതിൽ, ഓപ്ഷണലാണ് കേട്ടോ. അല്ലാത്തവർക്ക് നല്ല മധുരമായിട്ട് ജ്യൂസ് കുടിക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ നന്നായിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിത് എല്ലാം കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്റ്റീവിയ യൂസ് ചെയ്യുന്നത്. പിന്നെ ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് ലൈം ജ്യൂസ് ആഡ് ചെയ്യുന്നത്. പിന്നെ ഏറ്റവും നല്ലതാണ് കോക്കനട്ട് വാട്ടർ. അപ്പോൾ ലൈച്ചി പീൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ ഉള്ളിൽ നിന്നുള്ള സീഡ്സൊക്കെ റിമൂവ് ചെയ്യണം. അതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു ബ്രൗൺ കളർ ഉണ്ടാവും, അത് കുഴപ്പമൊന്നുമില്ല, അതൊന്നും കളയേണ്ട ആവശ്യമില്ല കേട്ടോ. ഇതെല്ലാം നല്ല പഴുത്തിട്ടുള്ള ലൈച്ചിയാണ്. ഇത് പൊളിക്കുമ്പോൾ തന്നെ അറിയാം അതിങ്ങനെ വല്ലാണ്ട് ഇതായിട്ട് പോകുന്നുണ്ട്. നല്ല പഴുത്തതാണ്, അത് കാരണം നല്ല മധുരമാണ് ഇതിന്. അധികം പഴുക്കാത്തതാണെങ്കിൽ അതിൻ്റെ ഫ്രൂട്ട് കുറച്ചൊരു കട്ടിയിലായിരിക്കും, പിന്നെ ചെറിയൊരു പുളിപ്പും ഉണ്ടാവും അതിൽ. അപ്പോൾ എൻ്റെ എല്ലാ ലൈച്ചിയും കുരുവൊക്കെ കളഞ്ഞ് ജ്യൂസ് ഉണ്ടാക്കാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കത് സ്മൂത്തി മേക്കറിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ബൗളിലേക്ക് ഇടാണ്. സീഡ് ഇല്ല എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. ഇനി ഞാൻ ചെറിയ ഒരു പീസ് ബീട്രൂട്ട് ഇടാണ്. പിന്നെ കുറച്ച് ഡ്രോപ്സ്, ഒരു 3-4 ഡ്രോപ്സ് ലൈം ജ്യൂസ്. പിന്നെ സ്റ്റീവിയ നിങ്ങൾക്ക് ഷുഗർ ഇടാം, എത്ര വേണമെങ്കിലും ഇടാം. 2 ടീസ്പൂണോ ടേബിൾ സ്പൂണോ എത്ര വേണമെങ്കിലും ഇടാം. പിന്നെ കോക്കനട്ട് വാട്ടർ. ഞാൻ ആദ്യം ഇത് കുറച്ച് ഒഴിച്ചിട്ടാണ് അടിച്ചെടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് കഴിഞ്ഞിട്ടാണ് പിന്നീടാണ് ഞാൻ കുറച്ചധികം ഒഴിച്ചിട്ട് ഒന്നുകൂടി അടിച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് നന്നായിട്ട് അടിച്ചെടുക്കാം. ആദ്യം ഫുൾ കോക്കനട്ട് വാട്ടർ ഒഴിക്കണമെന്നില്ല. ആദ്യം കുറച്ച് ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ജ്യൂസായതിന് ശേഷം പിന്നെ നമുക്ക് ആഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അത് നന്നായി അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇത് ഞാൻ ഇനി ഒന്ന് അരിച്ചെടുക്കുകയാണ്. ഇനി സെർവ് ചെയ്യുന്ന ജ്യൂസ് ഗ്ലാസ്സിലേക്ക് മാറ്റുകയാണ്. ഞാൻ ആദ്യം അതിനകത്ത് കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് ചങ്ക്സ് കോക്കനട്ടിൻ്റെ ചങ്ക്സ്,
ചെറിയ ഇളനീരിൻ്റെ ചെറിയ ചെറിയ പീസസും പിന്നെ ലൈച്ചിയുടെ ചെറിയ ചെറിയ പീസസും. ശരിക്ക് ലൈച്ചി മുഖം ഉണ്ടാക്കുമ്പോൾ നമ്മൾ ജെല്ലിയാണ് കോക്കനട്ട് ജെല്ലിയാണ് ഇടാറുള്ളത്. ഞാനിപ്പോൾ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള കോക്കനട്ടിൻ്റെ പീസ് ഉണ്ടായിരുന്നു, ഇളനീരിൻ്റെ പീസ് ഉണ്ടായിരുന്നു, ടെൻഡർ കോക്കനട്ടിൻ്റെ. അതും പിന്നെ ഞാൻ ഫ്രഷ് ലൈച്ചിയാണ് ഇതിനകത്ത് ഇട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇളക്കുമ്പോൾ ഇതിനകത്ത് കാണുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ലൈച്ചിയും ടെൻഡർ കോക്കനട്ടിൻ്റെ പീസസും. ഇത് ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ ഇട്ടാൽ മതി. ശരിക്കുള്ളതിൽ നമ്മൾ ജെല്ലി ഉണ്ടാക്കിയിട്ട് ഇടാണ് ചെയ്യുന്നത്. നല്ല റിഫ്രഷിങ് ആയിട്ടുള്ള ലൈച്ചി മൊഗോ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമ്മറിൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ഡ്രിങ്കാണ്, എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെടും.